നിന്ന് കുറച്ചും കൈ കാല് അതുപോലുള്ള സൂപ്പിൻ്റെ ഐറ്റംസ് മാത്രം ചേർത്താണ് ഞാൻ ഈ സൂപ്പ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് ഒരു കുക്കറിൽ ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് ആദ്യം തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പച്ച മല്ലിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മല്ലി നമ്മൾ പൊടിയല്ല ചേർക്കുന്ന മല്ലി, മുഴുവൻ മല്ലി തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയുടെ വില കൂടിയത് കാരണം ഞാൻ കുറച്ച് അളവിനെ ചേർത്തിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ കൂടുതൽ ചേർക്കുക. അപ്പോൾ പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു പച്ചമുളക് 2 അപ്പോൾ ഞാൻ എരിവ് അധികം ഇല്ലാതെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ കണക്കാക്കിയുള്ളതായത് കാരണം എരിവ് കുറച്ചുകൊണ്ടാണ് ഒരു പച്ചമുളക്. നമ്മൾ മുതിർന്നവർക്ക് നല്ല എരിവോട് കൂടി വേണമെങ്കിൽ ഒരു 3 പച്ചമുളക് ചേർക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയ ഉള്ളി ഇതാണ്ട് ഇത്രയും ചേർത്തിട്ടുണ്ട്. മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം ചെറിയ ഉള്ളി ചേർക്കാൻ പറ്റും അതൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനൊരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള നിർബന്ധമില്ല, താല്പര്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം.